അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 29 തിങ്കളാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ളയും PMCയിൽ ഒപ്പുവെച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് സംസ്ഥാന സമിതിയിൽ CPM. ജയിലിലായ പത്മകുമാറിനെതിരെ നടപടി വൈകിയതും പാർട്ടിക്കെതിരായുള്ള പ്രചാരണ ആയുധമായി മാറിയെന്നും CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തൽ. ഈ വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായിരുന്നില്ല എന്നായിരുന്നു പിണറായി വിജയനും MV ഗോവിന്ദനുമടക്കമുള്ള CPM നേതാക്കളുടെ ഇതുവരെയുള്ള നിലപാട്. എന്നാൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഘടനാ വീഴ്ചയുണ്ടായതായും സംസ്ഥാന സമിതി വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള യാത്രയും കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭവുമായി ഇടതുമുന്നണി. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന വിരുദ്ധ നയസമീപനങ്ങൾ തുറന്നു കാണിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് LDF നേതൃത്വം നൽകും. ആദ്യഘട്ടമായി 12-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിൽ മന്ത്രിമാരും MLA-മാരും അണിനിരക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള യാത്രയും സംഘടിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സമിതിയിൽ ഈ നിർദ്ദേശം ഉയർന്നത്. തൃശൂരിലെ മറ്റത്തൂരിൽ ഒറ്റച്ചാട്ടത്തിന് കോൺഗ്രസുകാർ BJP-യായെന്ന് പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരുന്നിന് പോലും ഒരാളെ ബാക്കിയാക്കാതെ എല്ലാവരെയും BJP എടുത്തു. സംഘപരിവാറിന് നിലം ഒരുക്കുന്നത് കോൺഗ്രസ് ആണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ച അല്ല ഇതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മറ്റത്തൂരിലെ ഒരു കോൺഗ്രസ് അംഗം പോലും BJP-യിൽ ചേർന്നിട്ടില്ലെന്ന് രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങൾ തങ്ങൾ BJP-യുമായി മുന്നണി ഉണ്ടാക്കിയിട്ടില്ലെന്നും പാർട്ടി നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്നാണ് രാജിക്കത്ത് എഴുതിയതെന്നും അംഗങ്ങൾ പറഞ്ഞു. DCC പ്രസിഡന്റ് നടപടിയെടുത്ത KR ഔസേപ്പിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനുമായിട്ടാണ് 8 മെമ്പർമാർ ചേർന്ന് ഒരു കത്ത് തയ്യാറാക്കിയതെന്നും എന്നാൽ ഈ കത്ത് വെച്ച് ഔസേപ്പ് തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്നും രാജിവെച്ച മെമ്പർമാർ പറയുന്നു. തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസുകാർ ആരും BJP-യിൽ പോയിട്ടില്ലെന്നും പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പിന്തുണ സ്വീകരിച്ചതുകൊണ്ടാണ് അവർക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റുതൊപ്പിയിട്ടിരിക്കുമ്പോഴും പരിഹാസം പറയുന്നതിലാണ് മുഖ്യമന്ത്രിക്ക് താൽപര്യമെന്നും തോറ്റിട്ടില്ല എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഇരിക്കുന്നതെന്നും തോൽവിയെക്കുറിച്ചാണ് LDF പഠിക്കേണ്ടതെന്നും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായ കാര്യം പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമിത്ഷായും മോദിയും എവിടെ ഒപ്പിട്ട് നൽകാൻ പറഞ്ഞാലും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും എന്നിട്ടാണ് ഒരു പഞ്ചായത്തിലുണ്ടായ സംഭവത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ കോൺഗ്രസിനും BJP-ക്കും ഇപ്പോഴുള്ളത് എളുപ്പത്തിൽ ലയിക്കാവുന്ന ഘടനയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. BJP അധികാരത്തിലെത്താൻ കോൺഗ്രസ് ജയിച്ചാലും മതിയെന്ന് തെളിയിക്കുന്നതാണ് മറ്റത്തൂരും കുമരകത്തും സംഭവിച്ചതെന്ന് M സ്വരാജ് പറഞ്ഞു. പണ്ട് ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വമെടുത്ത് പ്രവർത്തിക്കാമായിരുന്നുവെന്നും സ്വരാജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ തലമുറ മാറ്റമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഥാനാർത്ഥികളിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്നും യുവാക്കൾക്കും സ്ത്രീകൾക്കും 50% ടിക്കറ്റുകൾ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇംഗ്ലീഷ് ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് VD സതീശൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. UDF-ൽ മുന്നണി വിപുലീകരണം ആവശ്യമാണെന്നും LDF-ലെ അസംതൃപ്തർ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷയെന്നും സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യം ചർച്ചയായിട്ടില്ലെന്നും സാദിഖ് അലി തങ്ങൾ വിവരിച്ചു. ശാസ്തമംഗലത്തെ MLA ഓഫീസിലെത്തി VK പ്രശാന്തിനെ കണ്ട് നാടകീയ നീക്കവുമായി കൗൺസിലർ R ശ്രീലേഖ. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ചെറിയ പ്രശ്നം നിങ്ങൾ വിവാദമാക്കരുതെന്നും എന്റെ അനിയൻ തന്നെയാണ് പ്രശാന്തെന്നും പ്രശാന്തിനെ 3 മാസം തുടരണമെങ്കിൽ തുടരട്ടെയെന്നും തനിക്കതിൽ വിരോധമില്ലെന്നും ശ്രീലേഖ പറഞ്ഞു. അതേസമയം 7 വർഷം ഇല്ലാത്ത ബുദ്ധിമുട്ട് മേഡം അവിടെ ഇരിക്കുന്നതുകൊണ്ട് തനിക്കില്ലെന്നായിരുന്നു VK പ്രശാന്ത് MLA-യുടെ പ്രതികരണം.
ജനകീയനായ MLA-യുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം ജനാധിപത്യ മര്യാദകളുടെ പരസ്യമായ ലംഘനമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 7 വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ല. ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകേണ്ടത് നഗരസഭ സെക്രട്ടറിയാണ്. മറിച്ച് വ്യക്തിവിരോധം തീർക്കാൻ കൗൺസിലർ നേരിട്ട് ഇറങ്ങുന്നതല്ല കീഴ്വഴക്കമെന്നും മന്ത്രി പ്രതികരിച്ചു. സഖാവ് VK പ്രശാന്തിന്റെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. VK പ്രശാന്തുമായുള്ള സൗഹൃദം വെച്ചാണ് ശ്രീലേഖ ഓഫീസ് ഒഴിയാനുള്ള ആവശ്യം ഉന്നയിച്ചതെന്നും ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്നും തിരുവനന്തപുരം മേയർ VV രാജേഷ് എല്ലാ കാര്യങ്ങളും പാർട്ടിയോട് പറയണമെന്നില്ലെന്നും ഇങ്ങനെയൊരു ചർച്ച വന്ന സ്ഥിതിക്ക് ഇത്തരത്തിൽ കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതിലെ രേഖകൾ പരിശോധിക്കുമെന്നും രേഖകൾ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും മേയർ പറഞ്ഞു. തിരുവനന്തപുരം മേയർ വിവാദത്തിൽ അതൃപ്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി ശ്രീലേഖ. മേയർ പദവി കിട്ടാത്തതിൽ പ്രതിഷേധം ഇല്ലെന്നും നേതൃത്വം എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കും എന്ന് പറഞ്ഞതാണെന്നും മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ദിവസം നേരത്തെ മടങ്ങിയതെന്നും ശ്രീലേഖ പറഞ്ഞു. കൗൺസിലറായി 5 വർഷവും വാർഡിൽ ഉണ്ടാകുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. എറണാകുളത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തർക്കവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് മറുപടിയുമായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഉണ്ടായത് ചെറിയ ചെറിയ പരാതികൾ മാത്രമാണെന്ന് ഷിയാസ് അവകാശപ്പെട്ടു. 100% എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക പ്രായോഗികമല്ല. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഷിയാസ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ഹാളിൽ വെച്ചിരുന്ന VS അച്യുതാനന്ദന്റെ ഫോട്ടോ എടുത്തുമാറ്റിയതിനെ ചൊല്ലി വിവാദം. കഴിഞ്ഞ LDF ഭരണസമിതിയാണ് പുതിയ ഹാൾ നിർമ്മിച്ച് VSന്റെ പേരും നൽകിയത്. സ്പീക്കറാണ് ഹാൾ ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ UDFന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരത്തിലേറിയതിന് പിന്നാലെ ഫോട്ടോ മാറ്റിയെന്നാണ് CPM ആരോപണം. ഫോട്ടോ മാറ്റിയതിന്റെ ചിത്രങ്ങളും CPM പുറത്തുവിട്ടു. SDPI അംഗങ്ങളുടെ പിന്തുണയിൽ കോൺഗ്രസ് ഭരണം പിടിച്ച ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വീണ്ടും നടപടി. വൈസ് പ്രസിഡന്റായ സബേറ്റ വർഗീസിനെ കോൺഗ്രസ് പുറത്താക്കി. DCC അധ്യക്ഷൻ ജോസഫ് ടാജിറ്റിന്റേതാണ് നടപടി. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിന് ഇരയായ സുജിത്തിനെ സംരക്ഷിച്ച കോൺഗ്രസ് നേതാവ് വർഗീസിന്റെ ഭാര്യയാണ് സബേറ്റ. പഞ്ചായത്ത് പ്രസിഡന്റ് നിതീഷ് AM-നെയും നേരത്തെ പുറത്താക്കിയിരുന്നു. കുമരകത്ത് BJPയിൽ നടപടി. വിപ്പ് ലംഘിച്ച് UDFനെ വോട്ട് ചെയ്ത 3 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. PK സേതു, സുനിത് VK, നീതു റെജി എന്നീ അംഗങ്ങളെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടേതാണ് നടപടി. കുമരകം പഞ്ചായത്തിൽ BJP പിന്തുണയിൽ UDF സ്വതന്ത്രൻ പ്രസിഡന്റായിരുന്നു. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനിടെ മാറി വോട്ട് ചെയ്ത LDF അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം. RJD അംഗമായ രജനിയുടെ ചോമ്പാലയിലെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ വാതിലിന് അരികെ സ്റ്റീൽ ബോംബ് വെച്ചുവെങ്കിലും പൊട്ടാത്തത് കാരണം വലിയ അത്യാഹിതം ഒഴിവായി. നാവായിക്കുളം പഞ്ചായത്തിലെ അട്ടിമറിയിൽ 4 വിമതർക്കെതിരെ നടപടിക്ക് കോൺഗ്രസ്. LDFനൊപ്പം നിന്ന് നേടിയ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും. രാജിയില്ലെങ്കിൽ അയോഗ്യത നടപടിയിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നിർമ്മാണത്തിൽ ചോദ്യവുമായി CPM. കോൺഗ്രസിനെയും T സിദ്ദിഖിനെയും വിമർശിച്ച് വയനാട് CPM സെക്രട്ടറി രംഗത്തെത്തി. ഡിസംബർ 28-ന് വീട് നിർമ്മാണം തുടങ്ങും എന്നായിരുന്നു പ്രഖ്യാപനമെന്നും എവിടെയാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതെന്ന് വെളിപ്പെടുത്തണമെന്നും CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രഖ്യാപനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് വ്യക്തമായി എന്നും അദ്ദേഹം പറഞ്ഞു. PT കുഞ്ഞുമുഹമ്മദിന് എതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകനെ രക്ഷിക്കാൻ തനിക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് അതിജീവിത. കുഞ്ഞുമുഹമ്മദിന്റെ പ്രായം പരിഗണിച്ച് കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഇടനിലക്കാർ ആവശ്യപ്പെടുന്നത്. ഈ സമ്മർദ്ദം തനിക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്നും പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തക പറയുന്നു.
എറണാകുളം കണ്ണമാലിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി യുവാക്കൾ. പോലീസ് കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അപകടത്തിൽ പരിക്കേറ്റ അനിലിന്റെ സുഹൃത്ത് രാഹുൽ പറഞ്ഞു. അതേസമയം കണ്ണമാലിയിലെ പോലീസിനെതിരായ ആരോപണം തള്ളുകയാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. യുവാക്കൾ മദ്യപിച്ചിരുന്നു എന്നാണ് പരിശോധനയിൽ മനസ്സിലാക്കുന്നതെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്ന വാദം ശരിയല്ലെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. പാലക്കാട് ചിറ്റൂരിലെ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം വീട്ടിൽ നിന്നും അല്പം മാറിയുള്ള കുളത്തിൽ കണ്ടെത്തി. സുഹാന്റേത് മുങ്ങിമരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സുഹാന്റെ ശരീരത്തിൽ സംശയാസ്പദമായ മുറിവുകളും പരിക്കുകളും ഇല്ലെന്ന് കണ്ടെത്തി. സുഹാനെ കാണാതായി 21 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ശേഷമാണ് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാനെ കാണാതായത്. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴി വിഭവങ്ങളുടെ വിപണനം തടഞ്ഞ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഇന്ത്യ. ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതാണ് തടഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ ഉദ്യോഗസ്ഥർ ഇറക്കിവിടുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ രംഗത്തെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് 7-ന് തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി രാത്രി 7:20-ന് പാളയം LMS കോമ്പൗണ്ടിൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ലോക്ഭവനിൽ താമസിക്കുന്ന ഉപരാഷ്ട്രപതി 30-ന് രാവിലെ 10-ന് വർക്കല ശിവഗിരിയിൽ 93ാമത് ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ചിത്രം പങ്കുവച്ചതിന് ചേവായൂർ പോലീസ് കലാപ ആഹ്വാനത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ കോൺഗ്രസ് നേതാവ് N. സുബ്രഹ്മണ്യൻ ഇന്ന് സ്റ്റേഷനിൽ വീണ്ടും ഹാജരാകും. എന്നാൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ തടയുമെന്നും സ്റ്റേഷൻ ഉപരോധത്തിലേക്ക് പോകുമെന്നുമാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. ബാംഗ്ലൂരു യലഹങ്കയിൽ കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനം. സംഭവം വിവാദമായതോടെ സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഇടക്കാല പുനരധിവാസം ഉടൻ സജ്ജമാക്കാനാണ് ധാരണ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടക മുഖ്യമന്ത്രി നിർണായക യോഗം വിളിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ഇന്ന് വൈകുന്നേരമാണ് യോഗം നടക്കുക. കർണാടകയിൽ സംഭവിച്ച ബുൾഡോസർ കുടിയൊഴിപ്പിക്കൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാർ ഭൂമിയാണെന്നത് ശരിയാണെങ്കിലും ജനങ്ങളെ കൂടി കണക്കിലെടുത്തുള്ള നടപടിയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. വിവാദത്തിന് പിന്നാലെ ആളുകളെ പുനരധിവസിപ്പിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ബാംഗ്ലൂരു കൊഗില്ലു ലേഔട്ടിൽ അനധികൃത കയ്യേറ്റമെന്നാരോപിച്ച് മുസ്ലിം താമസക്കാരുടെ വീടുകൾ തകർത്ത സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച് A.A. റഹീം MP അനധികൃത കുടിയേറ്റം ഒഴിപ്പിച്ചു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. അത് ശുദ്ധ അസംബന്ധമാണ്. എല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശരേഖയുണ്ട് എന്ന് ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ സ്ഥിരീകരിക്കുന്നുവെന്നും MP പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ എന്തിനാണ് ബുൾഡോസർ അയച്ചതെന്നും A.A. റഹീം ചോദിച്ചു. മൻ കി ബാത്തിൽ 2025-ലെ നേട്ടങ്ങളും നഷ്ടങ്ങളും വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025-ൽ ഒരുപാട് നേട്ടങ്ങൾ രാജ്യത്ത് ഉണ്ടായെങ്കിലും പല നഷ്ടങ്ങളും രാജ്യം നേരിടേണ്ടി വന്നു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനമായി മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2026 പ്രതീക്ഷകളുടെ വർഷമാണെന്നും രാജ്യം കൂടുതൽ ഊർജ്ജത്തോടെ മുന്നേറുമെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന മുതിർന്ന സഹപ്രവർത്തകൻ ദിഗ്വിജയ് സിംഗിന്റെ ആവശ്യത്തെ പിന്തുണച്ച് കോൺഗ്രസ് MP ശശി തരൂർ. പാർട്ടിയിൽ വാദങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. സംഘടന ശക്തിപ്പെടുത്തണമെന്നതിൽ ഒരു സംശയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വീട്ടുതടങ്കലിൽ. ജമ്മുകാശ്മീരിലെ നിലവിലുള്ള സംവരണ നയത്തിനെതിരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ പങ്കുചേരുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് മെഹബൂബ മുഫ്തിയെ വീട്ടുതടങ്കലിലാക്കിയത്. മകൾ
ഇൽത്തിജ മുഫ്തി, ശ്രീനഗർ MP റൂമത്തുള്ള മെഹദി, PDP നേതാവ് വഹീദ് പര എന്നിവരെയും വീട്ടുതടങ്കലിലാക്കി. ഒമർ അബ്ദുള്ള സർക്കാരിനെതിരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീട്ടുതടങ്കലിലാക്കിയത്. ഉന്നാവ് കേസിൽ CBI ഉദ്യോഗസ്ഥർ കുൽദീപ് സെൻകാറുമായി ഒത്തുകളിച്ചെന്ന ആരോപണവുമായി അതിജീവിത. ഹൈക്കോടതിയിൽ സെൻകാറിന് അനുകൂല തീരുമാനത്തിനായി ഒത്തുകളിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത CBIക്ക് പരാതി നൽകി. ഇതിനിടെ ദില്ലിയിൽ നടക്കുന്ന പ്രതിഷേധത്തിനിടെ അതിജീവിതയുടെ അമ്മ തളർന്നു വീണു. ഇവരെ സമരസ്ഥലത്ത് നിന്ന് മാറ്റി. ഡെറാഡൂണിൽ വംശീയ ആക്രമണത്തിന് ഇരയായ ത്രിപുര യുവാവ് മരിച്ചു. 2 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. തനിക്കും ഇളയ സഹോദരനും നേരെ വംശീയ അധിക്ഷേപം നടത്തിയ ഒരു കൂട്ടം ആളുകളെ നേരിട്ട 24-കാരനായ MBA വിദ്യാർത്ഥി ആഞ്ചൽ ചക്മയാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. ഞങ്ങൾ ചൈനക്കാരല്ല, ഇന്ത്യക്കാരാണ്. അത് തെളിയിക്കാൻ എന്ത് സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് ആഞ്ചൽ ചക്മ പറഞ്ഞതിനെ തുടർന്നാണ് കുത്തേറ്റത്. 2 വർഷത്തിനിടെ പാകിസ്ഥാനിൽ നിന്ന് വൻതോതിൽ പ്രൊഫഷണലുകൾ വിദേശത്തേക്ക് കുടിയേറുന്നതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ മോശം സാമ്പത്തികാവസ്ഥയും രാഷ്ട്രീയ അനിശ്ചിതത്വവുമാണ് പ്രൊഫഷണലുകളുടെ ഈ കൂട്ടപലായനത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ 24 മാസത്തിനിടെ പാകിസ്ഥാനിൽ നിന്ന് 5000 ഡോക്ടർമാരും 11,000 എഞ്ചിനീയർമാരും 13,000 അക്കൗണ്ടന്റുമാരും രാജ്യം വിട്ടു എന്നാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമത്താവളത്തിന് നാശമുണ്ടായെന്ന് പരസ്യമായി സമ്മതിച്ച് പാക് ഉപപ്രധാനമന്ത്രി. 2025 മെയ്യിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ തങ്ങളുടെ തന്ത്രപ്രധാനമായ നൂറുഖ് ഖാൻ വ്യോമത്താവളത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പരസ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ. പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ഡിസംബർ 27 നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ബംഗ്ലാദേശിലെ യുവരാഷ്ട്രീയ പ്രവർത്തകനും ഇൻഖിലാബ് മോർച്ച നേതാവുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകികൾ ഇന്ത്യയിലേക്ക് കടന്നു എന്ന ബംഗ്ലാദേശിന്റെ അവകാശവാദം തള്ളി BSFും മേഘാലയ പോലീസും. അക്രമികൾ സംസ്ഥാനത്തേക്ക് കടന്നുവെന്ന ബംഗ്ലാദേശ് പോലീസിന്റെ അവകാശവാദം മേഘാലയയിലെ സുരക്ഷാ ഏജൻസികളും ഞായറാഴ്ച തള്ളി. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണ സാധ്യതകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇസ്രായേലുമായുണ്ടായ യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ആയുധങ്ങളും സേനയും എന്നാണ് ഇറാൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ശ്രീലങ്കയ്ക്കെതിരായ 4ാം വനിതാ T20 മത്സരത്തിലും ലങ്കയെ തകർത്ത് ഇന്ത്യ. 30 റൺസിനാണ് ഇന്ത്യയുടെ ജയം. 48 പന്തിൽ 80 റൺസെടുത്ത സ്മൃതി മന്ദാനയുടെയും 46 പന്തിൽ 79 റൺസെടുത്ത ഷെഫാലി വർമ്മയുടെയും മികവിൽ ഇന്ത്യ ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ലങ്കയ്ക്ക് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് എടുക്കാനേ ആയുള്ളൂ. ആദ്യ 3 മത്സരവും വിജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.